ഈ കഥ തുടങ്ങുന്നത് ടിവിയിലെ ഒരു ന്യൂസ് കാണിച്ചുകൊണ്ടാണ്. ഇപ്പോൾ ഭൂമിയിലെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വൈറസ് പെട്ടെന്ന് തന്നെ ജനങ്ങളിലേക്ക് പടർന്നു പിടിക്കുന്നുണ്ടെന്നും ഈ വൈറസ് ബാധിച്ച സാധാരണ മനുഷ്യരെ മറ്റുള്ളവരെയും അതേപോലെ തന്നെ കടിച്ചതിന് ശേഷം അവർക്കും ആ ഒരു വൈറസ് ബാധിച്ച് അവരും അതേപോലെ തന്നെ ആയി മാറുന്നു. ഇവരെ എല്ലാവരെയും വിളിക്കുന്നത് ഇൻഫെക്റ്റഡ് എന്നാണ്. അങ്ങനെ വൈറസ് ബാധിച്ച ജനങ്ങള് ഇതേ കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാല് മനുഷ്യരെല്ലാവരും ഇപ്പൊ തന്നെ കൊടൂര മൃഗങ്ങളായിട്ട് മാറി മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യം തടഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇത് തുടങ്ങിയിരിക്കുന്നത് വലിയ വലിയ നഗരങ്ങളിലാണ്. പക്ഷെ ഇത് തടഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ലോകം മുഴുവൻ ഇത് പടർന്നു പിടിക്കും. അതുകൊണ്ട് എല്ലാവരും സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോയിരിക്കണം എന്നെല്ലാം ഈ TV ന്യൂസിലൂടെ പറയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ പയ്യൻ തന്റെ വീട്ടിലെ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ആ സിഗ്നൽ കട്ടായിട്ട് പകരം TVയിൽ ന്യൂസാണ് ഇപ്പോൾ ഓടുന്നത്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ട അതേ കാര്യം തന്നെയാണ് ന്യൂസിലൂടെ ഇപ്പോൾ പറയുന്നത്. ഇപ്പൊ ഇതെല്ലാം കണ്ട ആ ഒരു ചെറിയ പയ്യൻ അങ്ങനെ TV തന്നെ നോക്കി നിൽക്കുന്നതും മുകളിലത്തെ റൂമിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. അവൻ പേടിച്ച് പടിയെല്ലാം കയറി മുകളിലേക്ക് ചെല്ലുമ്പോൾ അവന്റെ സഹോദരി പെട്ടെന്നൊരു കളിപ്പാട്ട തോക്കുമായിട്ട് വന്ന് ഹേയ് നീ ഇപ്പൊ പിടിക്കപ്പെട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഇത് അവന്റെ സഹോദരിയാണ്. അവളുടെ പേര് അബിഗയിൽ. അങ്ങനെ രണ്ടുപേരും അവിടെ നിൽക്കുമ്പോഴാണ് അവളുടെ അമ്മയുടെ റൂമിൽ നിന്നും അമ്മ കരയുന്ന ഒരു ശബ്ദം കേട്ടിട്ട് രണ്ടുപേരും റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവരുടെ അമ്മയാണെങ്കിൽ അവരുടെ അച്ഛനോട് വീഡിയോ കോളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കുട്ടികളുടെ അച്ഛൻ അവരോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫോൺ ഇവരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അബിഗയിലാണ് വാങ്ങി സംസാരിക്കുന്നത്. ഇപ്പൊ അവരുടെ അച്ഛൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മക്കളെ നിങ്ങൾ ന്യൂസ് കണ്ടല്ലോ, വെളിയിലുള്ള അവസ്ഥ വളരെ മോശമാണ്. മനുഷ്യരുടെ ദേഹത്തൊരു വൈറസ് ബാധിച്ച് എല്ലാവരും മൃഗങ്ങളെ പോലെയാണ് ഇപ്പോൾ പെരുമാറുന്നത്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും അമ്മ പറയുന്നത് പോലെ തന്നെ കേട്ട് അമ്മയോടൊപ്പം നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോയി നിൽക്കണം. അച്ഛനൊരു പൈലറ്റ് ആയതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അബിഗേൽ, നീ തന്ന ആ ഒരു ബ്രേസ്ലെറ്റ് അത് എന്റെ കയ്യിൽ തന്നെയുണ്ട് എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നതും ഇപ്പോൾ കുട്ടികളുടെ അമ്മ പെട്ടെന്ന് തന്നെ ബാഗെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരുന്നു. അതും എടുത്ത് ഇവർ പോകാനായിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ ചെയ്യാണ്. ഇപ്പോൾ വീടിന് വെളിയിലും ഒരുപാട് പേര് അലറി വിളിക്കുന്ന ശബ്ദങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്. അങ്ങനെ ഇവർ മൂന്നുപേരും പെട്ടെന്ന് വെളിയിലേക്ക് വന്നിട്ട് ഈ കാറിന്റെ പിറകില് ബാഗ് എടുത്ത് വെക്കുന്ന ആ ഒരു ഗ്യാപ്പില് പെട്ടെന്നൊരു സോംബി വന്നിട്ട് അബിഗേലിന്റെ അമ്മയെ പിടിച്ച് താഴേക്ക് വീണ് അബിഗേലിന്റെ അമ്മയുടെ കഴുത്തിലേക്ക് കടിക്കും. ഇത് കണ്ട കുട്ടി അബിഗേലാണെങ്കിലോ പെട്ടെന്ന് കാറിനടിയിലേക്ക് കയറി ഒളിച്ചിരിക്കുന്നതും ഇപ്പൊ അവളുടെ സഹോദരനെയും ആ ഒരു സോംബി കടിക്കുന്നുണ്ട്. അങ്ങനെ കടിച്ച ആ ഒരു സോംബി ദൂരെ നിന്ന് മറ്റൊരു സൗണ്ട് കേട്ടിട്ട് അവിടേക്ക് ഓടി പോകുന്നതും അബിഗേല് തന്റെ അമ്മയും സഹോദരനും മരിച്ചു കിടക്കുന്നത് ആ ഒരു കാറിനടിയിൽ കിടന്ന് അവൾക്ക് കരയാൻ പോലും കഴിയാതെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അബിഗേലിന്റെ അമ്മയുടെ കൈ അനങ്ങുന്നു. അബിഗേൽ വിചാരിക്കും തന്റെ അമ്മ മരിച്ചില്ലാന്ന്. അങ്ങനെ നോക്കുമ്പോൾ അബിഗേലിന്റെ അമ്മ ഒരു സോംബിയായിട്ട് കണ്ണു തുറന്ന് എഴുന്നേറ്റിട്ട് അബിഗേലിനെ കണ്ട് അവളെ കടിക്കാനായിട്ട് ഓടി വരുന്നതും അബിഗേൽ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഈ ഒരു സോംബി അകത്തേക്ക് കയറി വരുന്നതും അബിഗേലിനെ അവളുടെ അമ്മ കൊല്ലുമെന്ന് വിചാരിക്കുമ്പോൾ പെട്ടെന്നൊരു പോലീസുകാരൻ വെളിയിൽ വന്നിട്ട് അബിഗേലിന്റെ അമ്മയെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. എന്നിട്ട് അബിഗേലിനെ വെളിയിലേക്ക് കൊണ്ടുവന്ന് മോളെ പേടിക്കണ്ട, നിന്നെ ഞാൻ നോക്കിക്കോളാന്ന് പറയുമ്പോൾ അബിഗേലിന്റെ സഹോദരനും ഇതുപോലെ ആ ഒരു സോംബിയായിട്ട് പതിയെ മാറുകയാണ്. അവന്റെ ശരീരം വിറയ്ക്കുന്നുണ്ട്. ഇത് കണ്ട ആ ഒരു പോലീസുകാരൻ പറയും, മോളെ കണ്ണടച്ചോ, ഇത് നീ കാണണ്ടെന്ന് പറഞ്ഞിട്ട് അബിഗേലിന്റെ സഹോദരനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. അങ്ങനെ അബിഗേലിനെ ആ ഒരു പോലീസുകാരൻ കൊണ്ടുപോകുന്നതും അത് കഴിഞ്ഞിട്ട് ഈ ഒരു സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ കഥ തുടങ്ങുന്നത്. ഇപ്പോൾ ഭൂമിയിലെ പലയിടങ്ങളിലും മനുഷ്യരില്ല, പകരം മനുഷ്യരെല്ലാവരും സോംബികളായിട്ട് മാറി. മനുഷ്യരുപയോഗിച്ചിരുന്ന പല സ്ഥലങ്ങളും ഇപ്പോൾ പ്രകൃതി തന്നെ ഏറ്റെടുക്കാൻ തുടങ്ങി. അതുകൊണ്ട് ബിൽഡിങ്ങുകളെല്ലാം നശിച്ചു കിടക്കുന്നു. പൂർണ്ണമായിട്ടും എല്ലാ മനുഷ്യരും സോംബികളായിട്ടില്ല. പകുതി ആളുകളും സോംബികൾക്ക് ഭയന്ന് പലയിടങ്ങളിലായിട്ട് ഓടി ഒളിച്ച് ജീവിക്കുകയാണ്. അങ്ങനെ കാണിക്കുമ്പോഴാണ് ഒരു കാടിനുള്ളിൽ നമ്മുടെ അബിഗേല് അവളിപ്പോൾ നല്ലതുപോലെ വളർന്നിട്ടുണ്ട്. അതേപോലെ അബിഗേലിന്റെ കൂടെ ആ ഒരു പോലീസുകാരനായിട്ടുള്ള നമ്മുടെ ഈ മൂവിലെ ഹീറോ സ്വന്തം മകളെ പോലെയാണ് അബിഗേലിനെ കൊണ്ടു നടക്കുന്നത്. അതുമല്ല അയാളൊരു പോലീസുകാരനായതുകൊണ്ട് അബിഗേലിനും അതുപോലെ ആയുധങ്ങൾ കൈകാര്യം ചെയ്യാനും തോക്കുകൾ ഉപയോഗിക്കാനും എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെയാണെങ്കിലും അബിഗേലിന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാല് വീണ്ടും പഴയ രീതിയിൽ മനുഷ്യരോടൊപ്പം നല്ല സമാധാനമായിട്ടുള്ളൊരു ജീവിതം, അങ്ങനെ ഒരു ജീവിതം ജീവിക്കാനാണ് അബിഗേലിന് ആഗ്രഹം. അതുപോലെ ഒരു ദിവസം ഇനി എന്ന് വരും എന്നാഗ്രഹിച്ചാണ് അവള് ജീവിക്കുന്നത്. ഇപ്പൊ അബിഗേലിന്റെ അച്ഛൻ നമ്മുടെ ഹീറോയ്ക്ക് അറിയാം ഈ സോംബികളൊന്നും ഇല്ലാത്ത ഒരു ദ്വീപിൽ മാത്രമേ ഇവർക്ക് അതുപോലെ ജീവിക്കാണ്ട് കഴിയത്തുള്ളൂ. അങ്ങനെ ഒരു ദ്വീപ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ യാത്ര. ഇപ്പോൾ അങ്ങനെ ഇവർ ആ ഒരു കാട്ടിലെ ടെന്റ് അടിച്ചിട്ട് കിടന്ന് ഉറങ്ങുന്ന സമയത്താണ് ഇവർ സെറ്റ് ചെയ്ത ഒരു അലാറം ആ ശബ്ദം കേൾക്കുന്നതും ഹീറോ പെട്ടെന്ന് ടെന്റിന് വെളിയിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഒരു സോംബി ഇവരുടെ അടുത്തേക്ക് ഓടി വരുന്നു. ഇത് കണ്ട ഹീറോ ആ ഒരു സോംബിയെ ഷൂട്ട് ചെയ്ത് കൊല്ലും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അബിഗേൽ എഴുന്നേറ്റ് വന്നിട്ട് ഇപ്പൊ ഇവിടേക്ക് ഈ ഒരു സോംബി വരണമെന്നുണ്ടെങ്കിൽ ഈ ഏരിയയിൽ എന്തായാലും സോംബികളുണ്ടാവും, അതുകൊണ്ട് ഇവിടെ അധികം നാൾ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം തന്നെ അവര് രണ്ടുപേരും ടെന്റ് എല്ലാം പാക്ക് ചെയ്ത് അവിടെ നിന്നും അവർക്ക് 2 കുതിരകളുണ്ട്. ആ കുതിരയുടെ മുകളിൽ കയറിയിട്ട് മറ്റൊരു വശത്തേക്ക് പോവാണ്. അങ്ങനെ ഇവര് രണ്ടുപേരും പതിയെ യാത്ര ചെയ്ത് ഒരിടത്ത് എത്തുമ്പോഴാണ് ഈ കുതിരകള് ആ ഒരു സ്ഥലത്ത് നിന്നും മുന്നോട്ട് പോകുന്നില്ല, എന്തോ ഒരു പേടിയുള്ളതുപോലെ. അങ്ങനെ കുതിരകൾ മുന്നോട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും അവിടെ സോംബികളുണ്ടാവും.
അത് മനസ്സിലാക്കിയ അബിഗയിലും ഹീറോയും പെട്ടെന്ന് അവരുടെ തോക്ക് കൊടുത്ത് അതിന് മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു വണ്ടിയുണ്ട്. അതിനടുത്താണ് സോംബികളുള്ളത്. അങ്ങനെ അബിഗയിലും ഹീറോയും ആ ഒരു സ്നൈപ്പർ വെച്ച് നോക്കുമ്പോഴാണ് അവിടെ ഒരു ടെസ്റ്റ്. എന്താന്ന് വെച്ചാൽ ആ ഒരു കാറിനടുത്ത് ഒരു സാധാരണ മനുഷ്യനുമുണ്ട്. അയാളെ സർവൈവർ എന്ന് വിളിക്കാം. ഇപ്പൊ ആ ഒരു സർവൈവർ ഈ സോംബിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സോംബിയായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇവര് രണ്ടുപേരും ഇതിന് മുകളിലേക്ക് കിടന്നിട്ട് ആ സ്നൈപ്പറിലൂടെ ഇത് കാണുമ്പോഴത്തേക്കാണ് കുറെ ദൂരെ നിന്നും ഒരു സോംബി അയാളുടെ അടുത്തേക്ക് വരുന്നു. അപ്പൊ അബിഗയിൽ പറയും, അച്ഛാ അയാളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ ആ ഒരു സോംബിയെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ആ സോംബിയോടൊപ്പം തന്നെ സർവൈവർ ആയിട്ടുള്ള ആളുണ്ടല്ലോ അയാൾക്കും ബുള്ളറ്റ് കൊള്ളുന്നു. അങ്ങനെ അയാൾ താഴെ വീഴുന്നതും ഇപ്പോൾ ബാക്കിയുള്ള ആ ഒരു സോംബി എഴുന്നേറ്റ് ആ താഴെ കിടക്കുന്ന അയാളെ വന്ന് കടിക്കുന്നു. അങ്ങനെ ഹീറോ ബാക്കിയുള്ള ആ ഒരു സോംബിയെ ഷൂട്ട് ചെയ്ത് കൊന്നതിന് ശേഷം ഇപ്പൊ ഇവര് രണ്ടുപേരും പെട്ടത് അവരുടെ ബാഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു വണ്ടിയുടെ അടുത്തേക്ക് വരാണ്. എന്നിട്ട് ആ ഒരു സർവൈവറിനെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ഇനി എന്തായാലും അയാളെ രക്ഷിക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് അയാളെ കൊല്ലാന്ന് പറഞ്ഞ് ഹീറോ അയാളെ അവിടെ വെച്ച് തന്നെ കൊല്ലുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ്, ഇയാളുടെ അടുത്ത് നിന്നും എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുമോന്ന് അറിയാൻ വേണ്ടി ഇവർ ആ ഒരു വണ്ടിയെല്ലാം പരിശോധിക്കുമ്പോൾ ഹീറോ ആ സർവൈവർ ഇട്ടേക്കുന്ന ഷൂ ഉണ്ട്, അതെന്തായാലും ഉപകാരപ്പെടുമെന്ന് പറഞ്ഞിട്ട് അത് അഴിച്ചെടുക്കും. എന്നിട്ട് കാറിനകത്തും എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് നോക്കുമ്പോഴത്തേക്കാണ് ആ കാറിനുള്ളിൽ ഒരു റേഡിയോ ഉണ്ടായിരുന്നു. അതിപ്പോ പ്രവർത്തിക്കുന്നു. എന്താന്ന് വെച്ചാൽ അതിൽ കുറച്ച് പേര് സംസാരിക്കുന്നുണ്ട്. ഏയ് ഞങ്ങൾ ആ ഒരു ലൊക്കേഷൻ കണ്ടുപിടിച്ചു, ഞങ്ങളിപ്പോൾ അവിടേക്ക് വരികയാണ്, നീ പേടിക്കണ്ടെന്ന് പറയുന്നതും ഇവിടെയാണ് രണ്ടുപേർക്കും മനസ്സിലാവുന്നത്. ഇപ്പോൾ മരിച്ചു കിടക്കുന്ന അയാൾക്ക് സുഹൃത്തുക്കളുണ്ടെന്നും അവരെല്ലാവരും ഇപ്പോൾ ഇവിടേക്ക് വരാൻ പോവാണെന്നും ഇത് മനസ്സിലാക്കിയ രണ്ടുപേരും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോവാന്ന് പറഞ്ഞിട്ട് ഇവര് ബാഗെല്ലാം എടുത്ത് പോകാനായിട്ട് നിൽക്കുമ്പോൾ അതിനു മുന്നേ തന്നെ ഈ മരിച്ചു കിടക്കുന്ന ആളുടെ സുഹൃത്തുക്കൾ വണ്ടിയിൽ അവിടേക്ക് വരികയാണ്. അപ്പോൾ നമ്മുടെ അബിഗയിലിനും ഹീറോയ്ക്കും അവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് കഴിയത്തില്ല. വന്നവരാണെങ്കിലോ അവരുടെ തോക്ക് കൊടുത്ത് വെളിയിലേക്ക് ഇറങ്ങുന്നതും ഇപ്പൊ അബിഗയിലും ഹീറോയും അവരുടെ തോക്ക് താഴേക്ക് വെച്ചിട്ട് കൈയെല്ലാം മുകളിലേക്ക് വെച്ച് ഇവരുടെ മുന്നിൽ സറണ്ടർ ആവുന്നു. കാരണം അവർ ഒരുപാട് പേരുണ്ട്. അങ്ങനെ വന്നവര് ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ടാണ് അതിലൊരുത്തൻ ഹീറോയുടെ കാലിലേക്ക് നോക്കുമ്പോൾ ഹീറോയുടെ കാലിൽ കിടക്കുന്നത് അവിടെ മരിച്ചെടുക്കുന്നവന്റെ ഷൂ ആണ്. അതുപോലെ ഇവരുടെ സുഹൃത്തും അവിടെ മരിച്ചെടുക്കുന്നതോടെ കാണുന്നതും ഇവര് വിചാരിക്കും തന്റെ സുഹൃത്തിന്റെ കയ്യിൽ നിന്നും സാധനങ്ങൾ മോഷ്ടിക്കാനായിട്ടാണ് ഇവര് രണ്ടുപേരും അയാളെ കൊന്നതെന്ന്. അപ്പൊ അബിഗയിലും ഹീറോയും പറയുന്നുണ്ട്, ഇല്ലില്ല അതൊരു ആക്സിഡന്റ് ആയിരുന്നു, ഞങ്ങൾ അയാളെ രക്ഷിക്കാനാണ് ശ്രമിച്ചതെന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ഇതുപോലുള്ള ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ആ സുഹൃത്തുക്കൾ അത് വിശ്വസിക്കത്തില്ല. ഞങ്ങളുടെ സുഹൃത്തിനെ കൊന്ന് നിങ്ങൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ തരുമെന്ന് പറഞ്ഞിട്ട് ഇവരെ കൊല്ലാനായിട്ട് വരുമ്പോൾ പെട്ടെന്നാണ് അടുത്തുള്ളൊരു കാറിൽ നിന്ന് പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡി വെളിയിലേക്ക് ഇറങ്ങുന്നു. എന്നിട്ട് പറയും, ഏയ് അവരെയൊന്നും ചെയ്യരുത്, അവരെ കണ്ടിട്ട് അവര് പറഞ്ഞതെല്ലാം ശരിയാണെന്ന് തോന്നുന്നു, കാരണം ഇവിടെ വേറെ സോംബികളും ഉണ്ട്, അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാന്ന് പറഞ്ഞ് ഇവര് പോകാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് കുറച്ച് ദൂരെ നിന്നും ഹീറോയുടെ ആ ഒരു കുതിര ഉണ്ടല്ലോ അത് കരയുന്നു. ആ കുതിര കരയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സോംബികൾ അടുത്തുണ്ട്, അതുകൊണ്ടാണ് കുതിര കരയുന്നത്. ഇത് മനസ്സിലാക്കി ഇവരെല്ലാവരും തോക്കുമായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നതും ഇതൊരു കുഴിയായിട്ടുള്ള ഭാഗമാണല്ലോ. പെട്ടെന്ന് ആ ഒരു കുഴിയുടെ പലയിടങ്ങളിൽ നിന്നും സോംബികള് ഈ ഉറുമ്പുകൾ കൂട്ടം കൂട്ടമായിട്ട് വരുന്നത് പോലെ സോംബികൾ കൂട്ടം കൂട്ടമായിട്ട് താഴേക്ക് വരികയാണ്. അപ്പോൾ വണ്ടി എടുത്തിട്ട് പോകാനായിട്ട് എന്തായാലും ഇവർക്ക് ടൈമില്ല. അതിനു മുന്നേ ഈ സോംബികൾ അടുത്തേക്ക് വരും. അതുകൊണ്ട് എല്ലാവരുടെയും കയ്യിൽ തോക്കുള്ളത് കൊണ്ട് അവരെല്ലാവരും ഇങ്ങനെ കറങ്ങി നിന്ന് ഈ സോംബികളെ എല്ലാവരും ഷൂട്ട് ചെയ്യാണ്. പക്ഷേ സമയം പോകുന്തോറും സോംബികൾ കൂടുന്നതല്ലാതെ ഒരിക്കലും കുറയുന്നില്ല. അങ്ങനെ ഇവിടെ ഇപ്പോൾ വന്ന ആ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവരിലും ചില ആളുകളെ ഈ ഒരു സോംബികൾ പിടിച്ച് കടിക്കുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഈ സോംബി കൂട്ടങ്ങൾക്ക് നടുവിലൂടെ ഒരു സോംബി വരുന്നു. അതൊരു സ്ത്രീ. പക്ഷേ മറ്റു സോംബികളെ പോലെയല്ല, ആ സോംബിക്ക് മനുഷ്യനെ പോലെ എന്തോ ചിന്തിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. കാരണം കുറച്ച് ബുദ്ധിയോടെയാണ് അത് കാര്യങ്ങൾ ചെയ്യുന്നത്. എന്താന്ന് വെച്ചാൽ ഇവിടെ ആരൊക്കെയാണുള്ളത്, എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് എന്നെല്ലാം നോക്കിയാണ് അവരെ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം കണ്ട അബിഗയിലും അവളുടെ അച്ഛനും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും ശരിയാവത്തില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ട് പോകാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീ ഉണ്ടല്ലോ അവരുടെ ഭർത്താവ്, അതേപോലെ തന്നെ അബിഗയില്, ഹീറോ, ഇവര് നാലുപേരും മാത്രം പെട്ടെന്ന് ഒരു ജീപ്പിലേക്ക് കയറുന്നതും ആ ഒരു ബുദ്ധിയുള്ള സോംബി എന്ന് പറഞ്ഞല്ലോ അത് ഇവരെ കണ്ടിട്ട് ഇവരുടെ പിറകെ വരുന്നതും ഹീറോ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി അതിനെ ഷൂട്ട് ചെയ്ത് കൊന്നിട്ട് ഇപ്പൊ ഇവര് നാലുപേരും രക്ഷപ്പെട്ട് അവിടെ നിന്ന് പോവാണ്. പാവം ആ ഒരു കുതിരകളുടെ അവസ്ഥ എന്താണെന്നോ. അപ്പൊ ഈ കൂട്ടത്തിലുള്ള ബാക്കി എല്ലാവരും മരണപ്പെട്ടു. ഇപ്പോ ആ സ്ത്രീയായിട്ടുള്ള സോംബി ഉണ്ടല്ലോ ബുദ്ധിയുള്ള, അതിന്റെ അടുത്ത് മറ്റൊരു സോംബി എന്നിട്ട് അതിനെ നോക്കി പെട്ടെന്ന് ശബ്ദം ഉണ്ടാക്കി ഇങ്ങനെ അലറി വിളിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ ഈ ഒരു സോംബികൾക്ക് ഒരു ലീഡർ ഉണ്ടെന്ന് തോന്നുന്നു, അതുപോലെ 2 ലീഡർമാരായിരിക്കാം ഇവര്, അത് നമുക്ക് എന്തായാലും ഇപ്പൊ അറിയത്തില്ല. അങ്ങനെ ഇവർ നാലുപേരും ആ ഒരു ജീപ്പിൽ പോകുമ്പോൾ ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീയെ നോക്കിയിട്ട് ഹീറോ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളെല്ലാം ആരാണ്, എവിടെ നിന്നാ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളെപ്പോലെ തന്നെ സർവൈവേഴ്സ് ആണ്, ഇവിടെ ബോട്ട് ടൗൺ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്താണെങ്കിൽ വൈറസ് കാരണം മനുഷ്യർക്കാർക്കും ബുദ്ധിമുട്ടില്ല എന്നറിഞ്ഞു, അവിടെ പോകാനായിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഈ വഴിക്ക് വന്നത്. അപ്പൊ ഈ കാര്യം കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ അബിഗയിലിന് നല്ല സന്തോഷമായി, കാരണം അവൾക്കും അതുപോലെ ഒരു ജീവിതമാണല്ലോ ആവശ്യം. പക്ഷെ നമ്മുടെ ഹീറോയ്ക്ക് ഇതുപോലെ ഒരു സ്ഥലം ഉണ്ടോന്നോ ഇനി അതുപോലെയുള്ള സ്ഥലം ഉണ്ടെന്ന് വെറുതെ പറയുവാണോ എന്നൊരു ഉറപ്പില്ല.
അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും, അപ്പൊ പുറകിലിരിക്കുന്ന രണ്ടുപേർക്കും അതുപോലെ ഒരു ടൗൺ ഉണ്ടെന്ന് മാത്രമേ അറിയത്തുള്ളൂ. അത് വിശ്വസിച്ചാണ് ഇവരും ഈ സ്ഥലത്തേക്ക് വന്നത്. അങ്ങനെ ഇവർ നാലുപേര് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് അവർ പോയ ആ ഒരു വണ്ടി ഉണ്ടല്ലോ, അത് റിപ്പയർ ആവുന്നു. അങ്ങനെ ഹീറോ വെളിയിലേക്ക് വന്നിട്ട് ആ ഒരു കാറ് അത് നോക്കുമ്പോഴത്തേക്കും ഹീറോയ്ക്ക് പ്രത്യേകം എന്താണ് പണിയെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് ആ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീയുടെ ഭർത്താവ് അയാൾ വന്നിട്ട് നോക്കിയിട്ട് പറയുന്നത്, ഓക്കെ, ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ, പക്ഷെ നമുക്ക് കൈകൊണ്ട് ഇത് ചെയ്യാൻ കഴിയത്തില്ല, നമുക്ക് ടൂൾ വേണമെന്ന് പറയുമ്പോൾ അയാളൊരു മെക്കാനിക്കാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇപ്പൊ എന്തായാലും നമുക്ക് ടൂൾ വേണം, അതുകൊണ്ട് ടൂൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ അടുത്ത് വീടുകളും കാര്യങ്ങളൊക്കെ കാണുമല്ലോ, അതുകൊണ്ട് എല്ലാവരും നടന്നു പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ ബാഗെല്ലാം എടുത്തു വെച്ച് അടുത്തുള്ള വലിയൊരു ടൗൺ ഉണ്ട്, അതിനടുത്തേക്കാണ് എല്ലാവരും നടന്നു പോകുന്നത്. അങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും അറിയാലോ, ഇതിനു മുന്നേ തന്നെ സോംബി വൈറസ് ബാധിച്ചിട്ട് ഒരുപാട് പേര് മരണപ്പെട്ടു. ഈ ഒരു ബിൽഡിംഗ് എല്ലാം കാലിയായിട്ട് കിടക്കാണ്. അപ്പോഴാണ് നമ്മുടെ അബിഗയില് ഹീറോയോട് പറയുന്നത്, ഈ ഒരു ടൗണ് ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടുള്ളതുപോലെ. അവിടെയാണ് ഒരു കാര്യം, സത്യത്തിൽ അബിഗയില് കുട്ടിയായിരിക്കുമ്പോൾ അവളുടെ അച്ഛനും അമ്മയോടൊപ്പം താമസിച്ച ഒരു സ്ഥലം ഇതായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും നടന്ന് ഒരു നല്ല ബിൽഡിംഗ് കണ്ടുപിടിക്കുന്നുണ്ട്. ഇപ്പൊ അതിനകത്തേ കയറിയിട്ട് അതിനകത്ത് സോംബികളുണ്ടോ എന്ന് അബിഗയിലും ഹീറോയും നല്ലതുപോലെ പരിശോധിക്കും. അങ്ങനെ ഇവർ രണ്ടുപേരും നല്ലതുപോലെ അതെല്ലാം പരിശോധിച്ചിട്ട് ഒരു കുഴപ്പമില്ലാന്ന് മനസ്സിലാക്കി ഇന്ന് രാത്രി ഇവിടെ തന്നെ കഴിയാനായിട്ട് അവർ പ്ലാൻ ചെയ്യാണ്. അങ്ങനെ രാത്രിയായിട്ട് തീയെല്ലാം കൂട്ടി ഇവരെല്ലാവരും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ അബിഗയിലിന് ഇവർ പറഞ്ഞ ബോട്ട് ടൗൺ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അതിനെപ്പറ്റി അറിയാനായിട്ട് ഭയങ്കര ആഗ്രഹം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം ഒന്ന് പറയാൻ പറയുമ്പോൾ അവർ പറയും, ഞങ്ങളും അതുപോലെ ഒരു സ്ഥലം കേട്ടിട്ടേ ഉള്ളൂ. സത്യത്തിൽ ആ ഒരു റേഡിയോയിലാണ് ഞങ്ങൾക്ക് ആ ഒരു സിഗ്നൽ കിട്ടിയത്. ആ റേഡിയോയിലുള്ളവർ ഞങ്ങളോട് പറഞ്ഞു, ഇതുപോലെ ബോട്ട് ടൗൺ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, എല്ലാവരും ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും സേഫ് ആയിരിക്കും. ആ ഒരു കാര്യം കേട്ടിട്ടാണ് ഞങ്ങളും അവിടേക്ക് യാത്ര തിരിച്ചത്. ആ ടൗണിനെ അങ്ങനെ വിളിക്കാൻ കാരണം എന്താണെന്നറിയോ? അതൊരിക്കലും കരയിലല്ല, വെള്ളത്തിലെ ഒരുപാട് ബോട്ടുകൾ, ഒരു ചെറിയ പട്ടണം പോലെ. കരയുമായിട്ട് അതിനൊരു ബന്ധമില്ലാത്തത് കൊണ്ട് വളരെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരിക്കും. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളും സേഫ് ആയിട്ടിരിക്കുമെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന അബിഗയിലിനും പെട്ടെന്ന് തന്നെ അവിടേക്ക് പോകാനായിട്ട് നല്ല ആഗ്രഹമുണ്ട്. അതേസമയം വെളിയിൽ ആ ഒരു ബിൽഡിങ്ങിന് ചുറ്റുമായിട്ട് ഹീറോ ഈ സോംബികൾ വരുവാണെങ്കിൽ കേൾക്കാനായിട്ടുള്ള അലാറം പോലെ ഉണ്ടല്ലോ, എന്താണെന്ന് വെച്ചാൽ ഒരു കയറ് പോലെ ആ ബിൽഡിങ്ങിന് ചുറ്റിനും ഇങ്ങനെ വെച്ചിട്ട് അതിൽ ശബ്ദം കേൾക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അകത്തേക്ക് വന്നിട്ട് ഇപ്പോൾ ആ ഒരു പ്രഗ്നന്റ് ലേഡിയും അവളുടെ ഭർത്താവും അവരുടെ മുന്നിലേക്ക് ഒരു മാപ്പ് എടുത്ത് വെച്ചിട്ടാണ് പറയുന്നത്, ദേ നിങ്ങൾ പോകാനായിട്ടുള്ള ആ ഒരു സ്ഥലം ഇതാണ്, ഇവിടം വരെ ഞങ്ങൾക്ക് വരാൻ കഴിയത്തുള്ളൂ. അത് കഴിഞ്ഞ് ആ ഒരു ബോട്ട് ടൗണിലേക്ക് പോകേണ്ടത് നിങ്ങൾ രണ്ടുപേരാണ്. ഞാനും എൻ്റെ മകൾ അബിഗയിലും ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോകാനായിട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് അവിടം വരെ നിങ്ങളെ സേഫായി കൊണ്ടു നിർത്തിയിട്ട് ഞങ്ങൾ ആ വഴിക്ക് പോകുമെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന അബിഗയിലിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇപ്പൊ അവരുടെ മുന്നിൽ വെച്ചിട്ട് അബിഗയിൽ ഒന്നും പറയാതെ ഒറ്റയ്ക്ക് ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട്, അച്ഛൻ എന്താ ഈ പറയുന്നത്? ആ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീ അവരുടെ ഭർത്താവിനെയും പാതി വഴിയിൽ വിട്ടിട്ട് നമുക്ക് പോകാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ അവർ സേഫായിട്ട് ആ ഒരു ബോട്ട് ടൗണിലേക്ക് എത്തുമെന്ന് എന്താ ഉറപ്പ്? അതുകൊണ്ട് നമുക്കും അവരോടൊപ്പം തന്നെ പോവാന്ന് പറയുമ്പോൾ ഹീറോ ചോദിക്കും, എന്താ അബിഗയിൽ, അവരോടൊപ്പം പോകണമെന്നാണോ ആ സ്ഥലത്ത് താമസിക്കണമെന്നാണോ? അല്ല, ആ സ്ഥലത്ത് താമസിച്ചാൽ എന്താ കുഴപ്പം? അവിടെ അവർ പറഞ്ഞതുപോലെ സോംബികളുടെ പ്രശ്നമില്ല, അതുകൊണ്ട് നല്ല സന്തോഷമായിട്ട് ജീവിക്കാന്ന് പറയുമ്പോൾ ഹീറോ പറയും, മോളെ അതല്ല, ഇവിടെ പ്രശ്നം സോംബികളല്ല, അധികമായിട്ട് ഒരു സ്ഥലത്ത് മനുഷ്യരുണ്ടെങ്കിൽ അവിടെ മനുഷ്യരെ കൊണ്ട് തന്നെ വലിയ പ്രശ്നമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് നമുക്ക് നല്ലത്. നിനക്കൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അബിഗയിലിന് മറുപടി ഒന്നും പറയാൻ കഴിയാതെ അവള് ദേഷ്യപ്പെട്ട് നേരെ ആ ഒരു ബിൽഡിങ്ങിന് മുകളിലേക്ക് പോവാണ്. ഇതേ സമയം വെളിയിൽ കാണിക്കുമ്പോൾ ആ ഒരു ദേഷ്യപ്പെട്ട സോംബി ഉണ്ടല്ലോ, നല്ല ബുദ്ധിയുള്ള ആ ഒരു സോംബി, അതിപ്പോ ഇവര് പോകുന്ന ആ ഒരു വഴി കണ്ടുപിടിച്ചിട്ട് കേടായി കിടക്കുന്ന ആ ഒരു കാറിനടുത്ത് വരെ വന്നു. അതും ഒരു മൃഗത്തെ പോലെ ഇവരുടെ സ്മെല്ല് ഫോളോ ചെയ്തിട്ടാണ് ആ ഒരു സോംബികൾ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതെല്ലാം സാധാരണ സോംബികളല്ലാന്ന് നമുക്ക് മനസ്സിലായി. അതേസമയം നമ്മുടെ അബിഗയിലിനെ കാണിക്കുമ്പോൾ അവൾ ആ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലിരുന്ന് അവളുടെ പഴയ ഫോട്ടോസൊക്കെ ഉണ്ടല്ലോ, അവളുടെ അമ്മയുടെ ഫോട്ടോ, അതെല്ലാം മുകളിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഇപ്പൊ അടുത്ത ദിവസം രാവിലെ ആയതുകൊണ്ട് താഴെയുള്ള മരങ്ങൾക്കിടയിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കും. അപ്പൊ അബിഗയിൽ വിചാരിക്കും ആ ഒരു സോംബികൾ ഇവിടേക്ക് വന്നു എന്ന്. അതുകൊണ്ട് ബാക്കിയുള്ളവരോട് ഈ കാര്യം പറയാൻ വേണ്ടി അബിഗയിൽ താഴെ വരുന്നതിന് മുന്നേ തന്നെ ഒരു സോംബി മുകളിലേക്ക് വന്നിട്ട് അബിഗയിലിനെ കണ്ടുപിടിച്ച് അവളെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പൊ അബിഗയിൽ അതിനോട് ഫൈറ്റ് ചെയ്ത് ഇപ്പൊ അവിടെ നിന്ന് ഓടി മറ്റൊരു വശത്തേക്ക് പോകുമ്പോഴത്തേക്കും ആ ഒരു സോംബി പിറകെ തന്നെ വരുന്നുണ്ട്. ഇപ്പൊ ഒരവസരത്തിൽ നമ്മുടെ അബിഗയിലിനെ പിടിക്കുമെന്നാകുമ്പോൾ അവള് പെട്ടെന്ന് താഴേക്ക് കുനിയുന്നതും ഈ ഒരു സോംബി ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് നേരെ താഴേക്ക് വീണ് അത് ചത്തുപോന്നു. ഇപ്പൊ അബിഗയിൽ വീഴാനായിട്ട് വരുമ്പോൾ അവളുടെ അച്ഛൻ വന്നിട്ട് അവളുടെ കയ്യിലേക്ക് പിടിക്കുന്നതും ഇവിടെ താഴെ ഈ സോംബികള് ആ ഒരു ലേഡി സോംബിക്ക് വേണ്ടിയിട്ട് പ്രതികാരം ചെയ്യാൻ വന്നതാണെന്ന് തോന്നുന്നു. ഇപ്പൊ ഇതെല്ലാം പെട്ടെന്ന് ഈ ഒരു ബിൽഡിങ്ങിനകത്തേക്ക് ഓടിക്കയറുന്നതും ഹീറോ ഇതിനു മുന്നേ തന്നെ താഴെ സെറ്റാക്കി വെച്ചിരുന്ന ആ ഒരു അലാറം ഉണ്ടല്ലോ, അതിനോടൊപ്പം തന്നെ ബോംബും ഉണ്ടായിരുന്നു. ഈ സോംബികളകത്തേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് അത് പൊട്ടിത്തെറിച്ച് ഒരുപാട് സോംബികളും അങ്ങനെ മരിക്കുന്നുണ്ട്. ഇപ്പൊ ഇവര് നാലുപേരും ആ ഒരു ഗ്യാപ്പില് അവിടെ നിന്ന് കുറെ ദൂരം നടന്നു വന്നു. അതുമല്ല ഈ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം ഇവരെല്ലാവരും കേട്ടിട്ട് ഇപ്പോ ഹീറോ പറയുന്നത് എന്താന്ന് വെച്ചാല്, നമ്മൾ പോകുന്ന ആ ഒരു സ്ഥലം സോംബികൾ കണ്ടുപിടിച്ച് വരണമെന്നുണ്ടെങ്കിൽ ആ സോംബികൾ എന്തായാലും നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്.
അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് നമുക്ക് പോകണമെന്ന് പറയുമ്പോൾ ഇങ്ങനെ പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ അബിഗേലിന് ഒരു ഐഡിയ. എന്താന്ന് വെച്ചാല് അബിഗേലിന്റെ അച്ഛൻ ഒരു പൈലറ്റ് ആയിരുന്നല്ലോ. അതുകൊണ്ട് ഇവിടെ അടുത്ത് തന്നെ ഒരു എയർപോർട്ട് ഉണ്ട്. അവിടെ എൻ്റെ അച്ഛൻ്റെ പ്ലെയിൻ ഉണ്ടാവും. അങ്ങനെ നമ്മൾ അവിടേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു പ്ലെയിനും എടുത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ നടന്നു പോകുന്നതിലും ഫാസ്റ്റില് ആ ഒരു സ്ഥലത്തേക്ക് നമുക്ക് എത്താലോ എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഹീറോ പറയും, ഒരിക്കലും ഇല്ല അബിഗേൽ, അവിടേക്ക് നമുക്ക് പോകാനേ കഴിയത്തില്ല. കാരണം അവിടെ ഒരുപാട് സോംബികളുണ്ടാവും. കൂടാതെ നമുക്ക് ഒളിച്ചു പോകാനായിട്ട് അവിടെ ഒരു സ്ഥലവുമില്ല. നമ്മളെ എന്തായാലും സോംബികൾ അറ്റാക്ക് ചെയ്യുമെന്ന് പറയുമ്പോൾ അബിഗേൽ പറയും, പക്ഷെ ഇങ്ങനെ നമ്മൾ എത്ര ദൂരം നടക്കാനായിട്ട്? ഒരുപക്ഷെ ഇങ്ങനെ പോയാലും നമ്മൾ എന്തായാലും സോംബികളുടെ മുന്നിൽ പെടും. അതുകൊണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്താലെന്താ? അങ്ങനെ അബിഗേൽ പറയുന്നത് കേട്ടിട്ട് ഇവരെല്ലാവരും ഇപ്പൊ ആ ഒരു എയർപോർട്ടുള്ള സ്ഥലത്തേക്ക് നടന്നു പോവാണ്. അങ്ങനെ കുറെ ദൂരം നടന്ന് ചെല്ലുമ്പോഴാണ് ആഹാ, അവിടെ ഒരു ഒറ്റ പ്ലെയിൻ പോലും ഇല്ല. അതുമല്ല ആ ഒരു എയർപോർട്ട് കാലിയായിട്ട് കിടക്കുന്നു. ഇവർക്കാണെങ്കിലോ ഇപ്പോൾ ഒളിക്കാനും ഒരു സ്ഥലമില്ല, വലിയൊരു ഗ്രൗണ്ട് പോലെ. ഇപ്പോൾ ചുറ്റിന് സോംബികൾ വന്നാലും പെട്ടെന്ന് ഒളിച്ചു നിൽക്കാനോ ഓടി രക്ഷപ്പെടാനോ കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഹീറോ പറയും, കണ്ടോ അബിഗേൽ, നീ പറഞ്ഞതുപോലെ ഇവിടെ ഒരു ഒറ്റ പ്ലെയിൻ പോലും ഇല്ല. ഇനിയിപ്പോൾ എന്താ, നമുക്ക് വന്ന വഴി തന്നെ തിരിച്ചു പോയാലെന്ന് ചോദിക്കുമ്പോൾ അബിഗേൽ ഓക്കെ ഒരു നിമിഷം നിൽക്കെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടി വലിയൊരു ഈ പ്ലെയിനെല്ലാം നിർത്തിയിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതിനടുത്തേക്ക് വന്നിട്ട് അവിടെയുള്ള ആ ഒരു ഗേറ്റ് പെട്ടെന്ന് തുറക്കുന്നതും അതിനകത്തൊരു ചെറിയ എയ്റോപ്ലെയിൻ ഉണ്ട്. അപ്പൊ ഇത് കണ്ടിട്ട് ഇവർക്ക് എല്ലാവർക്കും നല്ല സന്തോഷമായി. അബിഗേൽ പറയതേ, ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു എയ്റോപ്ലെയിൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവരിപ്പോ ആ ഒരു എയ്റോപ്ലെയിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഏകദേശം ഒരു 10 വർഷമായിട്ട് ഈ ഒരു എയ്റോപ്ലെയിൻ ഓടിക്കാതെ ഇവിടെ തന്നെ നിർത്തിയേക്കാണ്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്കെടുത്ത് ഓടിക്കാനായിട്ട് കഴിയത്തില്ല. ഇത് ചെക്ക് ചെയ്യണമെന്നും പറഞ്ഞ് ആ ഒരു മെക്കാനിക് ഉണ്ടല്ലോ, അതുകൊണ്ട് അവനെ കൊണ്ട് അറിയുന്ന രീതിയിൽ ഈ ഒരു എഞ്ചിനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാണ്. അതുപോലെ ടൂൾസും കാര്യങ്ങളെല്ലാം അവിടെ തന്നെ ഉള്ളതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇതേ സമയം അബിഗേലും ഹീറോയും ദൂരെ നിന്നും സോംബികളോ മറ്റോ ഇവിടേക്ക് വരുന്നുണ്ടോ ഇല്ലേന്ന് അറിയാൻ വേണ്ടി ഒരു വലിയ ടവറിന്റെ മുകളിലേക്ക് കയറി നിന്നിട്ട് ഇവര് ബൈനോക്കുലർ വെച്ച് ആ ഏരിയ മൊത്തമായിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യാണ്. അങ്ങനെ നോക്കുമ്പോഴെന്താണ്, കുറേ ദൂരെ നിന്നും ഒരുപാട് സോംബികള് ഈ സ്ഥലത്തേക്ക് ഓടി വരുന്നു. അതുമല്ല ഇതെല്ലാം പെട്ടെന്ന് ഓടി വരുന്നതും അടുത്തുള്ളൊരു 5 നിമിഷത്തിനുള്ളിൽ എല്ലാ സോംബികളും ഇവിടേക്ക് എത്തും. അതിനു മുന്നേ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. അതുകൊണ്ട് അബിഗേലും അവളുടെ അച്ഛനും പെട്ടെന്ന് താഴേക്ക് ഓടി വന്നിട്ട് ഇപ്പൊ ആ ഒരു പ്രഗ്നന്റ് ലേഡിയോടും അവളുടെ ഭർത്താവിനോടും നമുക്കിപ്പോ എന്തായാലും ചെക്ക് ചെയ്യാനായിട്ട് സമയമില്ല, അതിനു മുന്നേ രക്ഷപ്പെട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു പ്ലെയിൻ കറക്റ്റ് ആണോ ഇല്ലെന്ന് പോലും ചെക്ക് ചെയ്യാതെ എല്ലാവരും ആ ഒരു പ്ലെയിനുള്ളിലേക്ക് കയറാണ്. ഇപ്പൊ അബിഗേലാണ് ആ ഒരു പ്ലെയിൻ ഓടിക്കാൻ പോകുന്നത്. കാരണം വേറെ ഒന്നല്ല, അവളുടെ അച്ഛൻ കുട്ടിക്കാലത്ത് അവളെ പ്ലെയിനിൽ കൊണ്ടുപോയത് കൊണ്ടും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് കൊണ്ടും ചെറിയ ചില കാര്യങ്ങളൊക്കെ അവൾക്ക് ഓർമ്മയുണ്ട്. അത് വെച്ചിട്ടാണ് ഈ ഒരു പ്ലെയിൻ ഇപ്പോൾ അവൾ ഓടിക്കാൻ പോകുന്നത്. അങ്ങനെ ഇവര് ആ ഒരു പ്ലെയിൻ ഓടിച്ചോണ്ട് പോകുന്നതും പെട്ടെന്ന് ആ സോംബികളെല്ലാം നല്ല വേഗതയിൽ ദേഷിച്ചു വരികയാണ്. എന്താന്ന് വെച്ചാൽ അതിന്റെ ഭാര്യയാണെന്ന് തോന്നുന്നു ആ ഒരു മരിച്ച സോംബി. അതുകൊണ്ടാണ് ഇത്രയും ദേഷ്യത്തിൽ ഓടി വരുന്നത്. അതുമല്ല ഇവരുടെ പ്ലെയിനുള്ളിലേക്ക് ആ ഒരു ഡോറിനടുത്തേക്ക് ഒരു സോംബി വരുന്നത് കറക്റ്റ് ഹീറോ അതിനെ കൊന്ന് താഴെക്കിടുമ്പോൾ ഇവരൊരു വിധത്തിൽ ആ ഒരു പ്ലെയിൻ പറത്തി മുകളിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ഇത് കണ്ട ആ ഒരു സോംബി ആണെങ്കിലോ ദേഷ്യം കാരണം അവിടെ തന്നെ നോക്കി നിൽക്കാണ്. ഇവരെ ഫോളോ ചെയ്യുന്നത് എന്തായാലും നിർത്താൻ പോകുന്നില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ഇവരെല്ലാവരും മുകളിലേക്ക് വരുമ്പോഴത്തേക്കാണ് എല്ലാവർക്കും സമാധാനമാവുന്നത്. കാരണം ഏകദേശം ഒരു 10-15 ദിവസമെങ്കിലും നടന്നാലേ ഇവർ പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് അവർക്ക് എത്താനായിട്ട് കഴിയത്തുള്ളൂ. പക്ഷെ ഇപ്പോഴാണെങ്കിലോ ഇനി മണിക്കൂറുകൾ കൊണ്ട് ആ സ്ഥലത്തേക്ക് എത്താം. പക്ഷെ അത് വെറും ആഗ്രഹം മാത്രമാണെന്ന് തോന്നുന്നു. എന്താന്ന് വെച്ചാൽ ഇപ്പോൾ എഞ്ചിനിൽ നിന്നും പുകയെല്ലാം വരാൻ പോവാണ്. കാരണം അത്രയും പഴക്കമായിട്ടിരിക്കുന്ന ഓയിലും കാര്യങ്ങളൊക്കെ ആണല്ലോ. നല്ലതുപോലെ എഞ്ചിനും കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്തിട്ടുമില്ല. ഇപ്പോൾ പ്ലെയിനിന് നിയന്ത്രണമില്ലാതെ അത് ക്രാഷ് ആവാൻ പോവാണ്. ഈ തറയിൽ കൊണ്ട് ഇടിച്ചു നിർത്തി കഴിഞ്ഞാൽ എല്ലാവരും മരിക്കും. അതുകൊണ്ട് വേറെ എന്തെങ്കിലും സേഫായിട്ട് ചെയ്യണമെന്നും പറഞ്ഞിട്ട് ഈ പോകുന്ന വഴിക്ക് തന്നെ വലിയ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിലേക്ക് കൊണ്ടുപോയി ഇടിച്ചു നിർത്തും. അപ്പോൾ എന്താണ്, വലിയ രീതിയിൽ ആ ഒരു അപകട സാധ്യത ഒഴിവാകും. അങ്ങനെ ആ ഒരു മരങ്ങളിൽ ഇടിച്ചിട്ട് പ്ലെയിൻ വലിയ കുഴപ്പമില്ലാതെ താഴേക്ക് വന്ന് ഇടിക്കുന്നതും ഇപ്പൊ ആ ഒരു പ്രഗ്നന്റ് ലേഡിക്കോ ബാക്കി ആർക്കും വലിയ കുഴപ്പമൊന്നുമില്ല. ചെറിയ രീതിയിലുള്ള പരിക്കുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ ഒരു പ്ലെയിനും ഇനി ശരിയാക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് എല്ലാവരും വീണ്ടും നടക്കാൻ തുടങ്ങാണ്. ഇനി കുറെ ദൂരെ ഇവർ നടക്കേണ്ടി വരും. അങ്ങനെ കുറച്ചു ദൂരം നടക്കുമ്പോഴത്തേക്കാണ് ഒരു പഴയ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ അത് കാണുന്നത്. അതുപോലെ ഒരുപാട് ട്രെയിനുകളും അവിടെ നിർത്തിയിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു സ്ഥലം നല്ലപോലെ പരിശോധിക്കുമ്പോൾ അവിടെ ഈ സോംബികൾ ഉള്ളതായിട്ട് ഇവർക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് അന്ന് രാത്രി ഇവരെല്ലാവരും അവിടെ തന്നെ സ്റ്റേ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോഴാണ് രാത്രിയാകുമ്പോൾ ആ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീ ഹീറോയോട് പറയുന്നത്, നിങ്ങളുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ എല്ലാവരും രക്ഷപ്പെട്ട് ഇവിടെ വരെ വന്നത്. നിങ്ങളോടും അബിഗേലിനോടും എത്ര നന്ദി പറഞ്ഞാലും അതൊന്നും മതിയാവത്തില്ല. അതുകൊണ്ട് പ്ലീസ് നിങ്ങൾ ഞങ്ങളോടൊപ്പം വാ, നമുക്കവിടെ സന്തോഷമായിട്ട് സേഫായിട്ട് കഴിയാന്ന് പറയുമ്പോൾ ഹീറോ പറയും, അല്ല ഈ അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോംബികൾ മാത്രമാണോ? എനിക്കിപ്പോൾ സ്വന്തമായിട്ടും വേറെ ആരുമില്ല. ആകെയുള്ളത് എൻ്റെ അബിഗേൽ മാത്രമാണ്. അവളെ ഈ സോംബികളിൽ നിന്നല്ലാതെ മനുഷ്യരിൽ നിന്നും എനിക്ക് രക്ഷപ്പെടുത്തണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വരുന്നില്ല എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ആ പ്രഗ്നന്റ് ലേഡിയുടെ ഭർത്താവുണ്ടല്ലോ മെക്കാനിക്ക്, അവൻ ഇപ്പോൾ ഒരു ട്രെയിനിന്റെ ബോയിക്കകത്ത് ഒറ്റയ്ക്ക് കയറിയിരുന്നിട്ട് അവന്റെ കാലിൽ തുണിയെടുത്ത് മാറ്റുന്നതും ആഹാ വേറൊന്നുമല്ല, അവൻ ഈ ഒരു സോംബി കടിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇതുവരെയും അവൻ സോംബി ആയിട്ടില്ല. പക്ഷേ ഉടനെ തന്നെ സോംബി ആവുമെന്ന് അവൻ അറിയാം. അതുകൊണ്ട് ഇവിടെ തന്നെ വെച്ച് മരിക്കാമെന്ന് പറഞ്ഞു അവൻ തോക്കെടുത്ത് തലയിലേക്ക് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ തന്റെ ഭാര്യയെ പറ്റി ആലോചിക്കും. അതുകൊണ്ട് അവനെ കൊണ്ട് കഴിയുന്നില്ല. കാരണം അവന്റെ ഭാര്യ സേഫായിട്ട് ആ ഒരു സ്ഥലത്ത് എത്തോ എന്നുപോലും അവൻ അറിയത്തില്ല. അതുകൊണ്ട് തന്റെ ഭാര്യയെ ആ ഒരു ബോട്ട് ടൗൺ ഉണ്ടല്ലോ അവിടേക്ക് കൊണ്ടാക്കിയതിനു ശേഷം താൻ മരിച്ചു പോവാന്ന് അവൻ ഇപ്പോൾ തീരുമാനിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവർ നടന്നു പോവാണ്. ഇപ്പോൾ ഒരു കാടിനുള്ളിലൂടെ എല്ലാവരും വരിയായിട്ട് നടന്നു പോകുമ്പോഴത്തേക്കാണ് ഹീറോ പെട്ടെന്ന് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആ ഒരു പ്രഗ്നന്റ് ലേഡിയുടെ ഭർത്താവിന്റെ കാലിൽ നിന്ന് രക്തം വരുന്നു. അങ്ങനെ അത് നോട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇവർ നടന്നു പോകുമ്പോഴത്തേക്കും മുന്നിൽ അബിഗയിലും ആ ഒരു പ്രഗ്നന്റ് ലേഡിയും പുറകിലാണ് ഇവർ രണ്ടുപേരും നടന്നു വരുന്നത്. പെട്ടെന്ന് ഒരു മരത്തിനടുത്തേക്ക് ഹീറോ അയാളെ ചേർത്ത് നിർത്തിയിട്ട് അയാളുടെ വാ മൂടിയിട്ടാണ് ചോദിക്കുന്നത്, എത്ര നാളായിട്ട് ഈ ഒരു കാര്യം നീ മറയ്ക്കുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ ആദ്യം അവൻ അറിയാത്തതുപോലെ, അല്ല നിങ്ങൾ എന്താ ഈ പറയുന്നത്, നിന്റെ കാലിൽ സോംബി അടിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ആ തുണി എടുത്ത് മാറ്റി അതും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഹീറോ പെട്ടെന്ന് തൂക്കെടുത്ത് അവന്റെ നേർക്കിനെ ചൂണ്ടുന്നതും ഇപ്പോൾ മുന്നിൽ പോകുന്ന അവർ രണ്ടുപേരും, അല്ല നിങ്ങൾ എന്താ ലേറ്റ് ആവുന്നേ, പെട്ടെന്ന് വരാൻ പറയുമ്പോൾ ഇത് കേട്ട ഹീറോയ്ക്ക് ഇയാളെ കൊല്ലണമെന്നില്ല. കാരണം അവന്റെ ഭാര്യ വിഷമിക്കുമെന്ന് അവൻ അറിയാം. പക്ഷേ കൊല്ലാതിരിക്കാനും കഴിയത്തില്ല. അതുകൊണ്ട് ഹീറോ പറയും, നീ തന്നെ തീരുമാനിക്ക്, എന്റെ കൈ കൊണ്ടാണോ നീ മരിക്കേണ്ടത് അതോ നീ സ്വയം മരിക്കാൻ പോകുന്നു. അങ്ങനെ അത് പറഞ്ഞിട്ട് വീണ്ടും ഇവര് യാത്ര തുടങ്ങാണ്. കുറേ ദൂരം നടന്നിട്ട് ഇപ്പോൾ രാത്രിയാവുന്നതും കാടിനുള്ളിലൊരു വീട്, അതിനുള്ളിൽ വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനുള്ളിൽ സോംബികളുണ്ടോ ഇല്ലേന്ന് അറിയത്തില്ല. അങ്ങനെ ആ ഒരു വീടിന് മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഭയങ്കരമായിട്ടുള്ള വെളിച്ചം ഇവരുടെ കണ്ണിലേക്ക് അടിക്കുന്നു. എന്നിട്ട് മൈക്കിലൂടെ വിളിച്ച് പറയുന്നുണ്ട്, മര്യാദയ്ക്ക് നിങ്ങളുടെ ആയുധങ്ങളെല്ലാം താഴെ വെക്കാനായിട്ട്. പക്ഷെ ഹീറോ അതൊരിക്കലും കേൾക്കത്തില്ല. അവൻ തന്റെ കയ്യിലുള്ള ആ ഒരു തോക്കും വെച്ചിരിക്കുമ്പോൾ ഹീറോയും മാത്രം അബിഗയിലുണ്ടല്ലോ, അവൾ ഇപ്പോൾ മുന്നിലേക്ക് നടന്നു നിന്നിട്ട്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നവരല്ല. ഞങ്ങളുടെ കൂടെ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീയുണ്ട്. ഇന്ന് രാത്രി ഞങ്ങൾക്ക് കഴിയാനായിട്ട് ഒരു സ്ഥലം വേണം, അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അയാൾ ആ ഒരു ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഇപ്പോൾ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അയാൾ ഒരു സയന്റിസ്റ്റ് ആയിരുന്നു. ഇപ്പൊ അയാൾ വന്നിട്ട് പറയും, ഓക്കെ നിങ്ങൾക്ക് ഇന്ന് രാത്രി ഇവിടെ കഴിയാം, ആവശ്യമായിട്ടുള്ള ആഹാരങ്ങളും അകത്തുണ്ട്. പക്ഷേ ദയവ് ചെയ്ത് നിങ്ങളുടെ ആയുധങ്ങളെല്ലാം വെളിയിൽ തന്നെ വെക്കണം. അങ്ങനെ അതുപോലെ തന്നെ ആയുധങ്ങളെല്ലാം വെളിയിൽ വെച്ചിട്ട് ഇപ്പൊ അകത്തേക്ക് ചെല്ലുമ്പോൾ ഈ ഒരു സോളാർ പാനൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് വീടിനകത്ത് വെളിച്ചമുണ്ട്. അതേപോലെ മഴവെള്ളം ശേഖരിക്കുന്നത് കൊണ്ട് ആവശ്യത്തിനായിട്ടുള്ള വെള്ളമുണ്ട്. അങ്ങനെ കുറേ നാൾ കുളിക്കാതിരുന്ന നമ്മുടെ അബിഗയില് ഇപ്പൊ നല്ലതുപോലെ കുളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താണ്, ഇവർക്ക് കഴിക്കാനായിട്ട് ആഹാരം കൊടുക്കുമ്പോഴത്തേക്കും എല്ലാവരും നല്ലതുപോലെ കഴിക്കുന്നുണ്ട്. കാരണം കുറേ നാളായല്ലോ നല്ല ആഹാരം കഴിച്ചിട്ട്. ഇപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിലോ വീട്ടില് പവർ ഉള്ളത് കൊണ്ട് തന്നെ അവന്റെ കയ്യിലുള്ള ഒരു ഡിവൈസ് അത് ചാർജിലിടുന്നു. അതേപോലെ ലാപ്ടോപ്പിലും ചാർജെല്ലാം കയറ്റുമ്പോഴത്തേക്കും അതിൽ അവന്റെ ഭാര്യയുടെ ഫോട്ടോ, ഭാര്യ പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോഴത്തേക്ക് എടുത്ത ഫോട്ടോയും കാര്യങ്ങളെല്ലാം കണ്ട് ഹീറോ നല്ലതുപോലെ വിഷമിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർക്ക് എല്ലാവർക്കും കുടിക്കാനായിട്ട് ഡ്രിങ്ക്സ് എല്ലാം കൊടുക്കുന്നു. അങ്ങനെ എല്ലാവരും വാങ്ങി അത് കുടിച്ചിട്ട് ഇപ്പോൾ ആ ഒരു സയന്റിസ്റ്റിനോട് ചോദിക്കും, അല്ല നിങ്ങൾ മാത്രം എങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, അതെനിക്ക് കഴിയും. കാരണം ഈ സോംബികളെല്ലാം സാധാരണ സോംബികളാണെന്നാണോ നിങ്ങൾ വിചാരിച്ചേ? ഒരിക്കലുമല്ല, മനുഷ്യന്റെ അടുത്ത പരിണാമമാണിത്. എങ്ങനെയാണ് നമ്മൾ മനുഷ്യരെ മറ്റുള്ള മൃഗങ്ങളെ പേടിപ്പിച്ച് നിർത്തുന്നത്, അതുപോലെ നമ്മളിൽ നിന്നുണ്ടായ ആ ഒരു വൈറസ് ഇപ്പോൾ നമ്മുടെ മനുഷ്യനെ തന്നെ കൺട്രോൾ ചെയ്ത് നമ്മളെ തന്നെ അതെല്ലാം പേടിപ്പിച്ച് നിർത്തുന്നു. സത്യത്തിൽ ഈ ഒരു ലോകം മുഴുവൻ സോംബികളായിട്ട് മാറണം, അതാണ് എനിക്ക് ആഗ്രഹം എന്നെല്ലാം പറയുമ്പോൾ ഇതാരുടെ ഈ ഭ്രാന്തൻ എന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട്. അതേസമയം ആ പ്രഗ്നന്റ് ലേഡിയുടെ ഭർത്താവ് അവൻ നേരെ ബാത്റൂമിലേക്ക് ചെന്ന് അവന്റെ ശരീരം നോക്കുമ്പോൾ അവന്റെ അവസ്ഥ വളരെ മോശമായിട്ട് മാറുകയാണ്. കാരണം ആ ഒരു വൈറസ് അവന്റെ ശരീരം പതിയെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പൊ അത് അവന്റെ തലച്ചോറിൽ കയറി കഴിഞ്ഞാലേ എല്ലാം കഴിഞ്ഞു അവന് സോംബിയായിട്ട് മാറും. അതിനു മുന്നേ തന്റെ ഭാര്യ ഇവിടെ നിന്ന് കൊണ്ടുപോകണം. അങ്ങനെ അതും ആലോചിച്ചിട്ട് അവൻ വെളിയിലേക്ക് വരുമ്പോൾ ഇവിടെയാണ് ഒരു ടെസ്റ്റ്. ആ ഒരു സയന്റിസ്റ്റിന്റെ മുന്നിൽ നമ്മുടെ ഹീറോ അബിഗയിലെ അവന്റെ ഭാര്യ എല്ലാവരും മയങ്ങി കിടക്കുന്നു. ഇത് കണ്ടിട്ട് അവനോടി അടുത്തേക്ക് വരുമ്പോഴത്തേക്കും അയാൾ എന്തോ ഒരു ഡിവൈസിൽ പിടിച്ച് പ്രസ് ചെയ്യുന്നതും ഇവന് പെട്ടെന്ന് എന്തോ പോലെ ആയിട്ട് അവൻ താഴേക്കിരിക്കുകയാണ്. അപ്പോഴാണ് ആ ഒരു സയന്റിസ്റ്റ് പറയുന്നത്, ഇത് സാധാരണ നായ്ക്കൾക്ക് മാത്രം കേൾക്കാൻ കഴിയുന്ന പ്രത്യേകത ഒരു സൗണ്ടാണ്. സാധാരണ ഈ ഒരു ഫ്രീക്വൻസി ഞാൻ യൂസ് ചെയ്യുന്നത് സോംബികൾക്കെതിരെയാണ്. സോംബികൾക്ക് അത് നല്ലതുപോലെ എഫക്റ്റ് ആവും. ഇപ്പോൾ നിനക്കത് എഫക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നീ ആരാന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ അവന്റെ ബോധം പോകുന്നതും കുറച്ച് കഴിഞ്ഞിട്ട് അവൻ കണ്ണുറക്കുമ്പോൾ അവനെ, അബിഗയിലിനെ, ഹീറോ, അവന്റെ ഭാര്യ ഇവരെ 4 പേരെ കെട്ടിയിട്ടേക്കാണ്. ഇപ്പോഴാണ് ആ ഒരു സയന്റിസ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് ഇവരോട് പറയുന്നത്. ഇയാളുടെ കയ്യിലുള്ള ഈ ഒരു ഡിവൈസ് വെച്ചിട്ട് സോംബികളെ കൺട്രോൾ ചെയ്യാൻ കഴിയും. എന്നിട്ട് പറയും, എന്നെ അതിന് സഹായിച്ചത് ആരാണെന്നറിയോ? എന്റെ ഭാര്യ എന്ന് പറഞ്ഞ അടുത്തുള്ളൊരു കൂടിനകത്ത് കാണിക്കുമ്പോൾ അതിനുള്ളിൽ ഈ ഒരു സയന്റിസ്റ്റിന്റെ ഭാര്യ സോംബിയായിട്ട് നിൽക്കുന്നു. എന്നിട്ട് അവരിപ്പോൾ അലറി വിളിക്കുന്നതും ഈ സയന്റിസ്റ്റ് പറയും, എന്റെ ഭാര്യ എന്താണ് പറയുന്നതെന്നറിയോ? അവൾക്ക് നല്ലതുപോലെ വിശക്കുന്നത്, അവൾക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ 4 പേരെയാണ് പിടിച്ചിട്ടുള്ളത്. എന്നിട്ട് നേരെ വന്ന ആ ഒരു കൂട് തുറക്കുന്നതും ആ സോംബി ഇപ്പോൾ അയാളെ കടിക്കാണ്ട് വരുമ്പോൾ അയാൾ ആ ഒരു ഡിവൈസ് വെച്ചിട്ട് അവരെ കൺട്രോൾ ചെയ്തിട്ട് നിനക്ക് വേണ്ടി ദേ അവിടെ ആഹാരം ഉണ്ടെന്നും പറഞ്ഞ് ഇവരെ 4 പേരെ കാണിക്കുന്നതും ആ ലേഡി ഇപ്പോൾ ഓടി വന്നിട്ട് ഹീറോയെ കടിക്കാണ്ട് വരുമ്പോഴത്തേക്കും ഹീറോ ചാടി ഒരു ഒറ്റ ചവിട്ട് നമ്മുടെ അബിഗയിലും അതുപോലെ തന്നെ അതിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് വെട്ടുന്ന ആ ഒരു പ്രഗ്നന്റ് ലേഡിയുടെ ഭർത്താവുണ്ടല്ലോ
അവന്റെ അടുത്തേക്ക് വരുമ്പോൾ അവന്റെ ആ ഒരു കയറിലെ കെട്ടഴിച്ചിട്ട് അവൻ ഇപ്പൊ ആ ഒരു സോംബി ലേഡിയായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. കാരണം അവന്റെ ശരീരത്തിൽ ഈ ഒരു സോംബി വൈറസ് ഉള്ളതുകൊണ്ട് അവന്റെ പവർ കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് അവരെ അടിച്ച് അറ്റാക്ക് ചെയ്ത് ബാക്കി എല്ലാവരുടെയും കെട്ടഴിച്ച് അവരെല്ലാവരെയും രക്ഷപ്പെടുത്തി വെളിയിലേക്ക് വരുമ്പോഴത്തേക്കും കഷണ്ടി തലയൻ സയന്റിസ്റ്റ് ഉണ്ടല്ലോ ഓടി രക്ഷപ്പെടുന്നു ഇവനെ പിടിച്ച് കടിച്ചിരുന്നെങ്കിൽ. അങ്ങനെ ഇവരെല്ലാവരും പെട്ടെന്ന് വെളിയിലേക്ക് വന്നിട്ട് ആ ഒരു സയന്റിസ്റ്റിന്റെ വണ്ടി അവിടെ തന്നെയുണ്ട്. അതിലേക്ക് കയറി 4 പേര് രക്ഷപ്പെട്ട് പോകാനായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകുമ്പോഴത്തേക്കാണ് ഈ സയന്റിസ്റ്റ് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്ന് അയാളുടെ കയ്യിലുള്ള ആ ഒരു ഡിവൈസ് വെച്ചിട്ട് ഈ സോംബികളെ കൺട്രോൾ ചെയ്ത് ഇവരെ പിടിക്കാനായിട്ട് പറഞ്ഞു വിടുന്നു. അപ്പോൾ സോംബികളെല്ലാം കൂട്ടം കൂട്ടമായിട്ട് ഇവരുടെ പിറകെ ആ ഒരു കാറിന്റെ പിറകെ ഓടി വരികയാണ്. അങ്ങനെ കാർ ഉള്ളത് കൊണ്ട് ഇവർക്ക് പെട്ടെന്ന് പോകാൻ കഴിയും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, വരുന്ന വഴിക്ക് ഒരു വലിയ മരം വീണ് കിടക്കുന്നു. ഇപ്പൊ ഇവർക്ക് നടന്നും പോകാൻ കഴിയത്തില്ല, കാരണം ആ ഒരു സോംബികൾ പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന ആലോചിച്ചിരിക്കുമ്പോഴത്തേക്കാണ് ആ പ്രഗ്നന്റ് ലേഡിയുടെ ഭർത്താവ് അവളോട് പറയുന്നത്, സത്യത്തില് എന്നെ സോംബി കടിച്ചു, അതുകൊണ്ട് ഞാനും ഉടനെ തന്നെ സോംബിയായിട്ട് മാറാൻ പോവാണ്. നിങ്ങളെ ഇപ്പോൾ രക്ഷിക്കാനായിട്ട് എനിക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ദേ ഈ മല കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാല് നമ്മൾ എത്തേണ്ട ആ ഒരു ടൗൺ എത്തും. നിങ്ങൾ അവിടേക്ക് പോ, എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ആ ഒരു സോംബികളെ തടയാനായിട്ട് ഞാൻ ശ്രമിക്കാം. ഇപ്പൊ അവന്റെ ഭാര്യ അതിന് സമ്മതിക്കുന്നില്ലെങ്കിലും ഇതല്ലാതെ വേറെ വഴിയില്ലല്ലോ. അവസാനം വേറെ വഴിയില്ലാതെ ഇവർ 3 പേരും അവിടെ നിന്ന് ഓടാൻ തുടങ്ങുന്നു. ഇവർക്ക് കുറച്ച് ടൈം കിട്ടുന്നുണ്ട്. എന്താന്ന് വെച്ചാല് അവളുടെ ഭർത്താവ് ആ ഒരു സോംബികളുമായിട്ട് ഫൈറ്റ് ചെയ്ത് അവരെ തടഞ്ഞു നിർത്താനായിട്ട് ശ്രമിക്കും. ആ ഒരു ഗ്യാപ്പിൽ ഇവർ 3 പേരും മുന്നോട്ട് ഓടുകയാണ്. അങ്ങനെ ഇവർ അവിടെ നിന്ന് ഓടുന്നതും അവളുടെ ഭർത്താവ് ഈ ഒരു സോംബിയായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇവരുടെ പിറകെ വരുന്നത് ആ ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള സോംബി ഉണ്ടല്ലോ, അതും ടീമുമാണ്. അപ്പൊ അതവിടേക്ക് വന്ന് അവനെ അടിച്ചങ്ങ് കൊല്ലുന്നു. എന്നിട്ട് ഇവരുടെ പിറകെ വരുന്നതും ഇവരിപ്പോ ഓടി ഓടി അവസാനം ആ ഒരു ബോട്ട് ടൗണിന്റെ അടുത്തെത്തി. ഇനി കുറച്ച് ദൂരം കൂടിയുള്ളൂ. ഇപ്പോൾ സോംബികളും ഇവരുടെ അടുത്തെത്തി. കുറച്ച് മുന്നിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ അബിഗേല് പെട്ടെന്ന് കൈ കാണിച്ചിട്ട് സഹായത്തിനായിട്ട് അലറി വിളിക്കുമ്പോൾ ആ ബോട്ട് ടൗണിലുള്ള ഗാർഡ്സ് ഉണ്ടല്ലോ അവരെല്ലാവരും ഇത് കണ്ടിട്ട് അവരുടെ കയ്യിൽ സ്നൈപ്പറൊക്കെ ഉള്ളത് കൊണ്ട് പുറകെ വരുന്ന സോംബികളെല്ലാം അറ്റാക്ക് ചെയ്ത് ഇവർക്ക് രക്ഷപ്പെട്ട് വരാൻ വേണ്ടി ഒരു ബോട്ടും കരയിലേക്ക് വിട്ടുകൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവർ 3 പേരും ഒരു വിധത്തിൽ ആ ഒരു സോംബികളിൽ നിന്ന് രക്ഷപ്പെട്ട് ഈ ഒരു ബോട്ടിലേക്ക് കയറി. അവസാനം ഇവർ 3 പേരും ബോട്ട് ടൗൺ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് വരുന്നു. അങ്ങനെ അകത്തേക്ക് വരുന്നതും ആ ഒരു പ്രഗ്നന്റ് ലേഡി ഉണ്ടല്ലോ അവർക്ക് പ്രസവവേദന വന്നിട്ട് അതിനകത്ത് ഡോക്ടറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു കുഴപ്പമില്ലാതെ അവരുടെ പ്രസവം എടുക്കുന്ന ആ ഒരു കുഞ്ഞ് സേഫാണ്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ആവുന്നതും ഹീറോ പെട്ടെന്ന് അബിഗേലിന്റെ അടുത്തേക്ക് വന്നിട്ട്, അബിഗേൽ, ആ ഒരു ലേഡിയെ നമ്മൾ സേഫായിട്ട് ഇവിടെ ആക്കി, ഇനി നമുക്ക് ഇവിടെ നിന്ന് പോവാന്ന് പറയുമ്പോൾ അബിഗേലി വരാനായിട്ട് തയ്യാറാവത്തില്ല. അവള് പറയും, അച്ഛൻ നോക്കി ഇവിടെ ഒരുപാട് പേരുണ്ട്, നമുക്ക് ഇവിടെ നല്ല ഫ്രീഡം ആയിരിക്കും, നല്ലതുപോലെ ജീവിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ ഹീറോ പറയും, എന്ത് ഫ്രീഡം, ഇവിടെയുള്ള ആളുകൾക്ക് ഒരു റൂൾസ് ഉണ്ട്, അതിന് കീഴിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ കഴിയത്തുള്ളൂ. അതാണോ ഫ്രീഡം? വെളിയിലെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ജീവിക്കുന്നതാണ് ഫ്രീഡം. അതുകൊണ്ട് മോള് അച്ഛനോടൊപ്പം വരാൻ പറയുമ്പോൾ അവള് പെട്ടെന്നൊരു ഡയലോഗ് അടിയുണ്ട്, എന്ത് അച്ഛനോ? അതിന് നിങ്ങൾ എന്റെ യഥാർത്ഥ അച്ഛനല്ലല്ലോ, എന്റെ യഥാർത്ഥ അച്ഛന്റെ അടുത്ത് പോലും നിങ്ങൾ വരത്തില്ല എന്നെല്ലാം അവന് വിഷമം വരുന്ന രീതിയിൽ പറയും. അപ്പോഴാണ് ആ ഒരു ഡോക്ടർ ഉണ്ടല്ലോ അവരിപ്പോ ഹീറോയെ കണ്ടിട്ട് ആ ഒരു ലേഡിയെ പറ്റി പറയുന്നത്, നിങ്ങൾ കൊണ്ടുവന്ന ആ ഒരു സ്ത്രീ പ്രസവിച്ചു, കുഞ്ഞൊരു പെൺകുഞ്ഞാണ്, പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ആ സ്ത്രീക്ക് ഒരുപാട് രക്തം പോയിട്ടുണ്ട്, അതുകൊണ്ട് അവരെന്തായാലും ഉടനെ മരിക്കുമെന്ന് പറയുന്നത്. ഹീറോ ഇപ്പോൾ അകത്തേക്ക് വന്നിട്ട് ആ ഒരു സ്ത്രീയെ കാണും. അവരുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം അവര് വളരെ വീക്കാണ്. ഇപ്പൊ ആ ഒരു സ്ത്രീക്കും അറിയാം അവര് മരിക്കാൻ പോവാണെന്ന്. അതുകൊണ്ട് ഹീറോയോട് പറയും, നിങ്ങൾ അബിഗേലിനെ എങ്ങനെയാണ് നോക്കിയത്? ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ട് നിങ്ങൾ വളർത്തിയില്ലേ, അതുപോലെ എന്റെ കുഞ്ഞിനെ നിങ്ങൾ വളർത്തണം, അത് നിങ്ങൾ ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്കും അവൻ അവന്റെ ഭാര്യയുടെ കാര്യം ഓർമ്മ വരാണ്. കാരണം അവന്റെ ഭാര്യ ഇതുപോലെ പ്രഗ്നന്റ് ആയിരുന്നു, പക്ഷെ ആ ഒരു സോംബികൾ കാരണം അവര് മരിച്ചു. ഇപ്പോ ഹീറോയ്ക്ക് അതുപോലെ ഒരു കുഞ്ഞിനെ വളർത്താനായിട്ടുള്ള ആ ഒരു ചുമതല വരുന്നത്. ഹീറോ ആ ഒരു കുഞ്ഞിനെ കൊണ്ട് വെളിയിലേക്ക് വരും. അബിഗേലിനെ കാണിക്കുമ്പോൾ അബിഗേല് ഈ സ്ഥലത്ത് തന്നെ നല്ല സന്തോഷമായിട്ടിരിക്കുകയാണ്. കാരണം അവളുടെ പ്രായത്തിലുള്ള ഒരുപാട് പയ്യന്മാരുണ്ട്, ഇതുപോലെ ആളുകളോടൊപ്പം അവൾക്ക് ജീവിക്കാൻ കഴിയും. ഇപ്പൊ അവളുടെ അതേ പ്രായമുള്ള ഒരു പയ്യനുമായിട്ട് നല്ല ക്ലോസ് ആയിട്ട് പാർട്ടി പോലെയല്ല ഇവർ നല്ലതുപോലെ ആഘോഷിക്കുന്നു. ഈ സ്ഥലത്ത് നിന്ന് വരാനായിട്ട് അബിഗേലിന് ഒട്ടും താല്പര്യമില്ല. അങ്ങനെ അവൾ എൻജോയ് ചെയ്യുന്നതും ഇപ്പൊ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ആ കൂട്ടത്തിലുള്ള ഒരു പയ്യൻ ഏതോ ഒരു മുറിക്കകത്തേക്ക് കയറി പോകുന്നു. അബിഗേൽ ഇത് കണ്ടിട്ട് അവനോടൊപ്പം തന്നെ അതിനകത്തേക്ക് കയറി പോകുന്നതും അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് അവിടെ മൊത്തമായിട്ട് ഈ ഒരു സ്ഥലം ചുറ്റിനും ബോംബുകൾ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അത് പ്രസ് ചെയ്യാനായിട്ടൊരു റിമോട്ടും ഉണ്ട്. ഇത് കാണുന്നത് അബിഗേൽ അത് നോക്കി നിൽക്കുമ്പോൾ ആ ഒരു പയ്യൻ അവിടേക്ക് വന്നിട്ട് പറയും, ഹേയ്, നീ ഇവിടെ എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ അവള് ചോദിക്കും, അല്ല ഈ സ്ഥലത്ത് എന്തിനാ ഇതുപോലെ ബോംബുകളൊക്കെ വെച്ചേക്കുന്നത് ചോദിക്കുമ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇതിൽ പ്രസ് ചെയ്യും, മൊത്ത സ്ഥലവും നമ്മളും ഒരേപോലെ തന്നെ ഇവിടെ വെച്ച് അവസാനിക്കും. അതുമല്ല ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് വേറൊരു സീക്രട്ട് ആയിട്ടുള്ള വഴിയുണ്ട്. അങ്ങനെ ആ ഒരു വഴിയെല്ലാം അബിഗേലിനും പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ ഇവര് രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിട്ട് അവിടെ സമയം സ്പെൻഡ് ചെയ്യാണ്. അതേ സമയമാണ് ഇതിനെ വെളിയിൽ കാണിക്കുമ്പോൾ ആ ഒരു സയന്റിസ്റ്റ് ഉണ്ടല്ലോ ഭ്രാന്തൻ, അവൻ ഇപ്പോ ഇതിന് വെളിയിലേക്ക് വന്നിട്ട്, ഹോ, അപ്പൊ നിങ്ങൾ എല്ലാവരും അവിടെ നല്ല സന്തോഷമായിട്ട് കഴിയാണല്ലേ, ഈ ലോകം സോംബികൾക്കുള്ളതാണ്, അടുത്ത തലമുറയ്ക്കുള്ളത്, അതുകൊണ്ട് അവരാണ് ഇവിടെ ജീവിക്കേണ്ടത്,
എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സയന്റിസ്റ്റ് ആ സോംബികളെല്ലാം ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്തിട്ട്, സാധാരണ ഈ ഒരു സോംബികളെല്ലാം വെള്ളത്തിലേക്ക് ഇറങ്ങാറില്ല, പക്ഷെ ഇയാള് ഈ സോംബികളെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്ത് ആ വെള്ളത്തിലേക്ക് ഇറക്കി സോംബികളെല്ലാം ഇപ്പോൾ ആ ഒരു ബോട്ട് ടൗൺ ഉണ്ടല്ലോ അതിനുള്ളിലേക്ക് വരുന്നു. ഇപ്പോൾ സോംബികളെല്ലാം അകത്തേക്ക് വന്നിട്ട് ഇവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുമ്പോൾ ഇവരാരും ഈ കാര്യം പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഇവർക്കെല്ലാവർക്കും എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഇപ്പോൾ സോംബികളെ ഓരോരുത്തരായിട്ട് കൊല്ലാൻ തുടങ്ങുന്നതും നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ അബിഗേല് തന്റെ സ്വന്തം മകളല്ലാന്നുണ്ടെങ്കിലും അവളിപ്പോൾ അവനെ എത്ര കുറ്റപ്പെടുത്തിയാലും അവളെ വിട്ടുപോകാനായിട്ട് ഹീറോയെ കൊണ്ട് കഴിയത്തില്ല. അതുകൊണ്ട് ഹീറോ ഓടി വന്നിട്ട് അബിഗേലിനെ രക്ഷപ്പെടുത്താനായിട്ട് വരുമ്പോഴത്തേക്കും അബിഗേല് ഹീറോയെ കണ്ട് അവളെ കെട്ടിപ്പിടിക്കും. അങ്ങനെ ഇവർ ഈ രക്ഷപ്പെട്ടു പോകാനായിട്ട് പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കാണ് ആ ഒരു സയന്റിസ്റ്റ് ഇതിനകത്തേക്ക് വന്നിട്ട് നമ്മുടെ അബിഗേലിനെ ഇടിച്ചങ്ങ് താഴെ കിടന്നു. ഇത് കണ്ട ഹീറോ എന്താ ചെയ്യുന്നത് പെട്ടെന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് അയാളായിട്ട് ഫൈറ്റ് ചെയ്ത് അയാളുടെ കയ്യിലുള്ള ആ ഒരു ഡിവൈസ് കാരണമാണല്ലോ ഇയാൾ ഇത്ര അഹങ്കരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഡിവൈസ് ഇടിച്ചങ്ങ് നശിപ്പിക്കും. ഇങ്ങനെ ലോകം മുഴുവൻ സോംബികളാവണമെന്ന് പറഞ്ഞിട്ട് അയാൾ മാത്രം എന്താ കടിയുള്ളാതെ നിൽക്കുന്നത്, മൊട്ടത്തലയൻ. പക്ഷെ ഇപ്പൊ ആ ഒരു ഡിവൈസ് നശിച്ചതുകൊണ്ട് വരുന്ന സോംബികളെല്ലാം അങ്ങനെ തന്നെ കടിച്ചു കൊല്ലുന്നു. അങ്ങനെ തന്നെ വേണം. അങ്ങനെ ഈ ഒരു ബോട്ട് ടൗണിലുള്ള ഒരുപാട് പേരും പകുതി പേര് മരിച്ചു. ഇപ്പൊ ബാക്കിയുള്ളവര് രക്ഷപ്പെട്ട് ആ ഒരു സീക്രട്ട് വഴിയുണ്ടല്ലോ അതുവഴി പെട്ടെന്ന് വെളിയിലേക്ക് വരും, കരയിലേക്ക് വരും. എന്നിട്ട് ആ ഒരു പയ്യന്റെ കയ്യിലാണ് റിമോട്ട് ഉള്ളത്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ഥലം മുഴുവൻ പൊട്ടിത്തെറിയും, സോംബികളെല്ലാം മരിക്കും. പക്ഷെ അവനാണെങ്കിൽ പ്രസ് ചെയ്യാതെ നിൽക്കാണ്. എന്താന്ന് വെച്ചാല് അബിഗേൽ അകത്ത് നിൽക്കുന്നു. അവിടെ വരട്ടെ എന്നും പറഞ്ഞിട്ട് അവൻ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ അബിഗേലും ഹീറോയും ഓടി രക്ഷപ്പെടാണ്. അങ്ങനെ ഓടി വരുമ്പോഴത്തേക്കാണ് ആ ഒരു ബുദ്ധിയുള്ള സോംബി ഉണ്ടല്ലോ അത് പെട്ടെന്ന് വന്ന് നമ്മുടെ അബിഗേലിന്റെ ബാഗിലേക്ക് പിടിച്ച് അവളെ വലിച്ച് താടിക്കിടും. എന്നിട്ട് അവളെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുമ്പോൾ ഇവിടെയാണ് അബിഗേൽ ആ ഒരു സോംബിയുടെ കയ്യില് ഒരു ബ്രേസ്ലെറ്റ് കാണുന്നത്. ഇവിടെയാണ് ഒരു ടെസ്റ്റ്. അബിഗേല് അവളുടെ അച്ഛന് കൊടുത്ത ബ്രേസ്ലെറ്റ് ആയിരുന്നു അത് ഇയാളുടെ കയ്യിലുണ്ടാവണമെന്നുണ്ടെങ്കിൽ ആ ഒരു സോംബി വേറെ ആരുമല്ല, അബിഗേലിന്റെ സ്വന്തം അച്ഛനാണ്. പക്ഷെ ഇപ്പോ അയാളൊരു സോംബി ആയതുകൊണ്ട് ഇപ്പൊ എങ്ങനെയെങ്കിലും അബിഗേൽ ആ ഒരു സോംബിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് അവളുടെ അച്ഛനുമായിട്ട് ഓടാണ്. ഇവരും ആ ഒരു സീക്രട്ടായിട്ടുള്ള വഴി അബിഗേലിന് അറിയാവുന്നതുകൊണ്ട് ഹീറോയെ വിളിച്ചിട്ട് രണ്ടുപേരും ആ ഒരു വഴിയെ വെളിയിലേക്ക് ഇറങ്ങുന്നതും ഈ ഒരു പയ്യെ കറക്റ്റ് സമയത്ത് ആ ഒരു റിമോട്ട് പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു സ്ഥലം മുഴുവൻ പൊട്ടിത്തെറിച്ച് അവിടെയുള്ള സോംബികളെല്ലാം നശിക്കുകയും ചെയ്യുന്നു. അതുമല്ല ആ ഒരു ലേഡിയുടെ കുഞ്ഞുണ്ടല്ലോ അത് ആ ഒരു ഡോക്ടറിന്റെ കയ്യിലിരിപ്പുണ്ട്. ആ കുഞ്ഞിനൊരു കുഴപ്പമില്ല. പക്ഷെ അവിടെയും ഒരു ടെസ്റ്റ്. ആ ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള സോംബി അതിപ്പോഴും മരിച്ചിട്ടില്ല. അതും ഇവരോടൊപ്പം തന്നെ എങ്ങനെയോ പുറത്തേക്ക് വന്നിട്ട് ഇപ്പോൾ നമ്മുടെ ഹീറോയെ അറ്റാക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇവര് രണ്ടുപേരും ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മുടെ അബിഗേല് തന്റെ തോക്കം വെച്ചിട്ട് എയിം ചെയ്തിരിക്കുകയാണ് ആ സോംബിയെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി. പക്ഷെ ഇവിടെയാണ് ഒരു പ്രശ്നം. ഒന്ന്, അവളുടെ സോംബി ആണെങ്കിൽ സ്വന്തം അച്ഛനാണ്. രണ്ടാമത്തേതാണെങ്കിലോ അവളുടെ സ്വന്തം അച്ഛനല്ല, പക്ഷെ ഇത്രയും വർഷം അവളെ ഒരു കുഴപ്പമില്ലാതെ വളർത്തിയ നമ്മുടെ ഹീറോ. എന്തായാലും നല്ലൊരു തീരുമാനം തന്നെ നമ്മുടെ അബിഗേൽ എടുക്കുന്നുണ്ട്. ആ ഒരു സോംബി അച്ഛനുണ്ടല്ലോ അതിനെ ഷൂട്ട് ചെയ്തവൻ കൊല്ലും. ഇപ്പൊ ഹീറോ രക്ഷപ്പെട്ടു. അങ്ങനെ അബിഗേൽ ഓടി വന്നിട്ട് ഹീറോയെ കെട്ടിപ്പിടിച്ചിട്ടാണ് പറയുന്നത്, ഞാൻ അറിയാതെ പറഞ്ഞതാണ്, എന്നോട് ക്ഷമിക്കണമെന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാവരും നോക്കുമ്പോഴത്തേക്കും ആ ഒരു ബോട്ടും അവിടെയുള്ള സോംബികളെല്ലാം നശിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവരെല്ലാവരും ഹീറോയെ നോക്കുമ്പോൾ ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് ഇവരെല്ലാവരും ആലോചിക്കാണ്. അപ്പോഴാണ് ഹീറോ ആ ഒരു ബോട്ടിൽ നിന്നും കുറെ ഡീറ്റെയിൽസ് അടങ്ങിയ വലിയൊരു ബുക്കുണ്ട് അതെടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ഇവിടെ മാത്രമല്ല ബോട്ടുകൾ, പലയിടങ്ങളിലായിട്ട് തനിയെ കിടക്കുന്ന ബോട്ടുകളുമുണ്ട്. കൂടാതെ മനുഷ്യവാസം പോലും ഇല്ലാത്ത ദ്വീപുകളും ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ആ ഡീറ്റെയിൽസ് എല്ലാം അതിലുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് ഇവരെല്ലാവരും ആ തനിയുള്ള ഷിപ്പുകളുണ്ടല്ലോ അതും എടുത്ത് ആ ഒരു ദ്വീപിലേക്ക് പോയി അവിടെ പുതിയൊരു ജീവിതം തുടങ്ങും എന്ന് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു നല്ല മൂവി ആയിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.